ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നൊരു കലർപ്പില്ലാത്ത നീതിമാൻ കരുത്തോടെ ഇരുന്ന കസേരയ്ക്ക് മുകളിൽ ഭരണാധികാരം, അഹങ്കാരം, കരിന്തിരികെട്ടി ന്യായത്തിന്റെ ഇടിമുഴക്കം, കൊള്ളിയാൻ പോലെ കത്തിയാളി അസാധാരണ വിധി പ്രസ്താവത്തിന്റെ ഒരു മഹാദിവസമാണ്. 56 നെഞ്ചളോ പ്രഘോഷണങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ പരിഹാസങ്ങളില്ലാത്ത പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും സൂചീമുന മൂർച്ചയിൽ എതിരാളിക്കോട്ടയിൽ തുളഞ്ഞുകയറുന്ന വജ്രവാക്കുകൾ രാജ്യം കേൾക്കരുത്, അത് തീഹാറിൽ ഞരങ്ങിയൊടുങ്ങണമെന്നൊരു പൊളിറ്റിക്കൽ പ്രൊജക്ട് പൂക്കുറ്റി പോലെ ചിതറിയ ദിവസമെന്ന് പറയലാണ്. ഘട്ടം 3 കഴിയുമ്പോഴേക്കും അട്ടിമറി ആത്മവിശ്വാസത്തിൽ പ്രതിപക്ഷ നിര അതൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം രാജ്യം കണ്ടതാണ്. അവിശുദ്ധ വഴിയിൽ BJPയുടെ ഖജാനപ്പെട്ടിയിലേക്ക് കോടികൾ തള്ളിക്കൊടുത്തൊരുത്തൊരു മാപ്പുസാക്ഷിയുടെ വെറും വാക്കുബലത്തിൽ ഒരു സംസ്ഥാന ഭരണാധികാരിക്ക് അടിച്ചുകൊടുത്ത ജയിൽ വാറണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സൗകര്യമില്ല എന്നൊരു മാരക രാഷ്ട്രീയ നീക്കത്തിൽ അതൊരു പിഴച്ച നീക്കം, സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ് ഇഡിയുടെ മേലാളന്മാർക്ക് അന്നേ ബോധ്യപ്പെട്ടതാണ്. നൈരാശ്യപ്പെടാതെ കൈവിറക്കാതെ ആ ദീപശിഖ ഏറ്റുവാങ്ങി പെണ്ണൊരുത്തി സുനിതാ കെജ്രിവാൾ ജയിൽ കാ ജവാബ് വോട്ട് സേ, ഈ അനീതിക്ക് മറുപടി വോട്ടിലൂടെ എന്നൊരു മുദ്രാവാക്യത്തിൽ ആ മഹാനഗരം മഹാസമുദ്രമാക്കിയ മാജിക്ക് അമ്പരപ്പോടെ കണ്ടതാണ് രാജ്യം. പ്രമേഹം കൂട്ടാൻ കെജ്രിവാൾ മാങ്ങാ കഴിക്കുന്നേ എന്നൊക്കെ ഉളുപ്പില്ലാത്ത വാദങ്ങൾ നിരത്തി നാണം കെട്ടൊരു പ്രീമിയർ ഏജൻസി അവസാന നിമിഷം വരെ കെട്ടിപ്പൊക്കെ ചക്രവ്യൂഹങ്ങൾ പൊളിച്ചിട്ട മഹാസമുദ്രത്തിന് നടുവിലേക്ക് ഇനി അരവിന്ദന്റെ വരവാണ്. വല്ലാത്തൊരു സംഹാര ശക്തിയിൽ ഡൽഹിയിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ ആപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല, തീഹാറിന്റെ ഇരുമ്പ് ജയിൽ പാളികൾ തുറക്കുന്ന ലോഹശബ്ദം, 400 പാറുന്ന മോഹക്കോട്ടകൾക്ക് മേൽ ആഞ്ഞു പെയ്യുന്ന അശനിപാതം ഇടുത്തിയാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ട ഗ്യാരണ്ടി ഗീർവാണങ്ങളുടെ കാറ്റുപോയി പച്ചവർഗീയതയിൽ പരമതവിദ്വേഷത്തിന്റെ കെട്ടവാക്കുകൾ കൊണ്ട് കോട്ട കാക്കാനുള്ള പരിഭ്രാന്തിക്ക് മേൽ ഇനിയുള്ള 4 ഘട്ടങ്ങളിലും വരാനിരിക്കുന്ന അരവിന്ദ വാക്കുകൾ, കാവിക്യാമ്പിന്റെ പേടി സ്വപ്നം, അത് സമസ്താപരാധം, മാപ്പെഴുതി കൊടുത്തോ, പാതുകത്തിലേക്ക് കൊതിയോടെ നോക്കിയോ, പാദസേവ ചെയ്തോ തടവറ തുറക്കലല്ല. രാഷ്ട്രീയ വിരട്ടിൽ തരിമ്പിനൊന്നും മുട്ടുപറക്കാതെ, വിട്ടുവീഴ്ചയില്ലാതെ, മോദിപ്പേടിയില്ലാതെ നേർക്കുനേർ പോരാട്ടത്തിന്റെ ഒരു വീരവരവാണ്. രാജ്യമേ കാതോർത്താൽ കേൾക്കാം. ഒരു ഭൂതകാലത്തിന്റെ ആവർത്തന ചരിത്രത്തിൽ ഒരു ജയപ്രകാശ് നാരായൺ മേഘപാളികൾ തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കെജ്രിവാളിന്റെ തോളത്ത് അദൃശ്യമായി കൈയിട്ട് ഒരു സർവാധികാരിയോട് പറയുന്നു, ചരിത്രം സത്യം, രാഷ്ട്രീയ അഹന്തയുടെ അന്ത്യം നാശമാണ്, വിനാശകാലേ വിപരീത ബുദ്ധി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.